ഹലോ, ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് നമ്മുടെ കൈയും കാലുകളും നല്ല നിറവും തിളക്കവും കാണാൻ നല്ല ഭംഗിയും വരാൻ വേണ്ടിയിട്ട് നമുക്ക് വീട്ടിൽ തന്നെ ചെയ്യാൻ പറ്റുന്ന ഒരു റെമഡിയാണ്. എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. കൈ നല്ല ഭംഗിയിൽ കാണാൻ ആഗ്രഹിക്കുന്നവർക്ക് ഇത് വളരെ യൂസ്ഫുൾ ആയിരിക്കും. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ടേക്ക് പോകാം. അപ്പോൾ എല്ലാവരുടെ വീട്ടിൽ അവൈലബിൾ ആയിട്ടുള്ള സാധനങ്ങൾ മാത്രമേ വേണ്ടൂ കേട്ടോ. ആദ്യം അരമുറി ചെറുനാരങ്ങ എടുത്തിട്ട് അതിൻ്റെ നീര് പിഴിഞ്ഞെടുക്കുക. അപ്പോൾ ഇത് നമുക്ക് ഫസ്റ്റ് നമ്മുടെ കൈ ഒന്ന് സ്ക്രബ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. 2 സ്റ്റെപ്പാണ് ഇതിനുള്ളത്. വളരെ ഈസി ആയിട്ട് ചെയ്യാൻ വേണ്ടി പറ്റും കേട്ടോ. അപ്പോൾ അരമുറി ചെറുനാരങ്ങയിലേക്ക് ഞാൻ 1 ടീസ്പൂൺ പഞ്ചസാര ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഞാൻ പറഞ്ഞല്ലോ സ്ക്രബ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇതാണ് സ്ക്രബ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഉപയോഗിക്കുന്നത്. ചെറുനാരങ്ങ നീരും അതുപോലെ തന്നെ പഞ്ചസാര. നിങ്ങൾക്ക് വേണമെങ്കിൽ പൊട്ടാറ്റോ ജ്യൂസ് എടുക്കാം, ടൊമാറ്റോ ജ്യൂസ് എടുക്കാം, എല്ലാം എടുക്കാം കേട്ടോ സ്ക്രബ് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമ്മുടെ കൈ ആദ്യം നമ്മൾ നന്നായിട്ട് തന്നെ ഒന്ന് സ്ക്രബ് ചെയ്ത് കൊടുക്കണം. നമുക്കിത് കയ്യിലും കാലിലും എല്ലാം ഇടാം. കൈയും കാലും നല്ല നിറം വരാനും നമ്മുടെ കൈയിൻ്റെ ചില ഭാഗങ്ങളിലൊക്കെ ഒരു കറുപ്പ് നിറം ഉണ്ടാവില്ലേ, അതെല്ലാം മാറി കൈ ഈവൺ ആയിട്ടുള്ള നല്ല വൈറ്റ് കളറാവാൻ വേണ്ടിയിട്ട് ഇത് സഹായിക്കും കേട്ടോ. അപ്പോൾ ഇത് കണ്ടിന്യൂസ് യൂസ് ചെയ്താൽ മാത്രമേ ആ ഒരു റിസൾട്ട് ഉണ്ടാവും. ആഴ്ചയിൽ ഒരു 4 പ്രാവശ്യമെങ്കിലും നിങ്ങളിത് ചെയ്യണം കേട്ടോ. അപ്പോൾ ഞാനിത് നന്നായിട്ടൊന്ന് സ്ക്രബ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് ഡ്രൈ ആവാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യാം. അപ്പോൾ ഇതൊന്ന് ഡ്രൈ ആയി കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഏകദേശം ഒരു 5-6 മിനിറ്റ് കൊണ്ട് തന്നെ ഇതൊന്ന് ഡ്രൈ ആവും. പഞ്ചസാര ഇട്ടുകൊണ്ട് തന്നെ പെട്ടെന്ന് ഡ്രൈ ആവും കേട്ടോ. ഇനി നമുക്കിതൊരു വെള്ളത്തിൽ ഒരു കോട്ടൻ്റെ തുണി മുക്കിയിട്ട് നമുക്ക് നമ്മുടെ കൈ ഒന്ന് തുടച്ചു കൊടുക്കാം. പോയിട്ട് കഴുകി കളയണ്ട കേട്ടോ. ജസ്റ്റ് ഒന്ന് തുടച്ചു കൊടുത്താൽ മാത്രം മതി. വെള്ളത്തിൽ മുക്കിയിട്ട് കൈ ഒന്ന് തുടച്ചു കൊടുക്കുക. കൈ ആയാലും കാലായാലും ഇതേപോലെ ഒന്ന് തുടച്ചു കൊടുക്കുക. അപ്പോൾ തന്നെ നമുക്ക് നല്ലൊരു നല്ലൊരു ഗ്ലോ ആ ഒരു കാര്യം കൊണ്ട് തന്നെ കിട്ടിയിട്ടുണ്ടാവും. ഇനിയാണ് നമ്മൾ ഇതിലേക്ക് പാക്ക് അപ്ലൈ ചെയ്യേണ്ടത്. അപ്പോൾ ഇത് നേരത്തെ നമ്മൾ എടുത്ത് വെച്ച ആ ഒരു പഞ്ചസാരയും ചെറുനാരങ്ങ നീരിലേക്കും തന്നെ ഞാൻ 1 ടീസ്പൂണോളം കടലപ്പൊടിയാണ് ആഡ് ചെയ്ത് കൊടുക്കുന്നത്. അതിലേക്ക് 1 ടീസ്പൂൺ തന്നെ തൈര് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ കടലപ്പൊടി, തൈര്, പിന്നെ ഇതിലേക്ക് 1 ടീസ്പൂണോളം വെളിച്ചെണ്ണ കോക്കനട്ട് ഓയിൽ കേട്ടോ, അതും കൂടി ഇട്ടിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. ഇനി ഒരു സാധനം കൂടി ഇതിലേക്ക് ആഡ് ചെയ്യുന്നുണ്ട്. ആദ്യം ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കുക. അതിനുശേഷം നമുക്ക് ലാസ്റ്റ് ഇൻഗ്രീഡിയൻ്റ് ആഡ് ചെയ്യാം. അപ്പോൾ നമ്മുടെ ഇതിൽ കോക്കനട്ട് ഓയിൽ യൂസ് ചെയ്തുകൊണ്ട് തന്നെ ഒരു നല്ലൊരു ക്രീമി ആയിട്ട് നമ്മുടെ ഈ ഒരു പാക്ക് കിട്ടും. അതുപോലെ തന്നെ നല്ലൊരു സ്മെല്ലും ആയിരിക്കും. അപ്പോൾ കോക്കനട്ട് ഓയിൽ യൂസ് ചെയ്യുമ്പോൾ കുക്കിങ്ങിൻ്റെ കോക്കനട്ട് ഓയിൽ യൂസ് ചെയ്യരുത് കേട്ടോ. അപ്പോൾ നല്ല 100% പ്യുവർ കോക്കനട്ട് ഓയിൽ തന്നെ യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. ഇത് നന്നായിട്ട് തന്നെ നമ്മൾ ഒട്ടും കട്ടയില്ലാണ്ട് നല്ല പേസ്റ്റ് രൂപത്തിൽ ഇതൊന്ന് മിക്സ് ചെയ്തെടുത്തതിന് ശേഷം അവസാനമായിട്ട് ഞാൻ ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുന്നത് പാലാണ്. അപ്പോൾ പാലിൻ്റെ ഒരു കൺസിസ്റ്റൻസി എന്ന് പറയുന്നത് നമ്മുടെ പാക്ക് നമുക്ക് ഒരു ലൂസിൽ കിട്ടാൻ വേണ്ടിയിട്ടുള്ള രീതിക്കുള്ള പാൽ ഒഴിച്ച് കൊടുക്കുക. മാക്സിമം ഒരു 1-2 ടേബിൾ സ്പൂൺ വരെ മാത്രമേ വേണ്ടി വരും. അപ്പോൾ ഞാനിത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് പാൽ ആഡ് ചെയ്ത് കൊടുക്കുക. പാൽ തിളപ്പിക്കുകയൊന്നും ചെയ്യേണ്ട കേട്ടോ. ഞാനിപ്പോൾ 1 ടേബിൾ സ്പൂൺ ഫസ്റ്റ് ഒന്ന് ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അത് മാത്രം ആവശ്യമായിട്ടുള്ളൂ കേട്ടോ. അപ്പോൾ ഇത് നമ്മുടെ കറക്റ്റ് കൺസിസ്റ്റൻസിയിൽ കിട്ടിയിട്ടുണ്ട്. ഇതാണ് നമ്മുടെ മെയിൻ പാക്ക് എന്ന് പറയുന്നത് നമുക്ക് കയ്യിൽ അപ്ലൈ ചെയ്യേണ്ടത്. അപ്പോൾ നമ്മൾ നേരത്തെ സ്ക്രബ് ചെയ്ത് തുടച്ച് മാറ്റി ആ കയ്യിലേക്ക് തന്നെ ഒന്നും കൂടി നമ്മുടെ പാക്ക് നന്നായിട്ടൊന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കുകയാണ്. നല്ല രീതിയിൽ തന്നെ ഒരു 2 മിനിറ്റ് സോഫ്റ്റായിട്ട് സർക്കുലർ മോഷനിൽ നമ്മൾ മസാജ് ചെയ്ത് പിടിപ്പിക്കുക കേട്ടോ. ഞാൻ ഉറപ്പ് പറയാണ്, കൈക്ക് നല്ല നിറം വരാനും തിളക്കം വരാനും ഈ ഒരു കാര്യം നിങ്ങൾ ഒരുപാട് സഹായിക്കും. പക്ഷേ ഞാൻ പറഞ്ഞല്ലോ, ഒരു 4 പ്രാവശ്യം നിങ്ങൾ ആഴ്ചയിൽ ചെയ്യാന്നാണെങ്കിൽ നല്ല സുന്ദരമായ കൈകൾ, നല്ല സോഫ്റ്റ് ആയിട്ടുള്ള നല്ല വെളുത്ത കൈകൾ കിട്ടാൻ വേണ്ടിയിട്ട് സഹായിക്കും. അതുപോലെ തന്നെ കാലിൽ നിങ്ങൾക്കിത് അപ്ലൈ ചെയ്യാവുന്നതാണ്. അപ്പോൾ കാലിൽ നമ്മൾ സ്ക്രബ് ചെയ്യുന്നതിന് മുന്നേ കാല് നന്നായി തേച്ച് കഴുകി എടുക്കണം കേട്ടോ. തേച്ച് കഴുകിയതിന് ശേഷം സ്ക്രബിങ് കൊടുക്കുക. അതിനുശേഷം നമ്മൾ ഈ ഒരു പാക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഞാനിത് കയ്യിലേക്ക് നന്നായിട്ട് തന്നെ 2 മിനിറ്റ് മസാജ് ചെയ്ത് ഇത് പിടിപ്പിച്ചിട്ടുണ്ട്. സോഫ്റ്റായിട്ട് 2 മിനിറ്റ് തന്നെ മസാജ് ചെയ്യുക കേട്ടോ. വലിയ പണിയൊന്നുമില്ല, പെട്ടെന്ന് കഴിയും. അപ്പോൾ ഇതിനി ഡ്രൈ ആവാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യുക. ഒരു 20 മിനിറ്റ് കൊണ്ട് തന്നെ ഇത് ഡ്രൈ ആയി കിട്ടും. ഡ്രൈ ആയതിന് ശേഷം നമുക്കിതിൻ്റെ റിസൾട്ട് എത്രത്തോളം ഉണ്ടെന്ന് നോക്കാം. അപ്പോൾ നമ്മുടെ പാക്ക് ഇവിടെ ഡ്രൈ ആയിട്ടുണ്ട് കേട്ടോ. പാക്ക് ഡ്രൈ ആയപ്പോൾ അത് ശരിക്ക് കയ്യിലേക്ക് നല്ലോണം അബ്സോർബ് ചെയ്ത പോലെ ഉണ്ട്. അപ്പോൾ ഇത് ആദ്യം നമ്മൾ മെല്ലെ ഒന്ന് ആ പാക്കിനൊന്ന് മാറ്റി കൊടുക്കുക. അതിനുശേഷം വളരെ പതുക്കെ മസാജ് ചെയ്തുകൊണ്ട് നോക്കിയിട്ടേ നിങ്ങൾ എത്രത്തോളം റിസൾട്ട് ഉണ്ട് എന്നുള്ളത്. അപ്പോൾ മസാജ് ചെയ്തുകൊണ്ട് തന്നെ നമ്മളിത് റിമൂവ് ചെയ്തെടുക്കണം. ഒറ്റ ഇതിൽ അപ്പോഴും അങ്ങ് കഴുകിക്കളഞ്ഞാൽ നമുക്കതിൻ്റെ ഒരു ഗുണങ്ങളും കിട്ടില്ല. അപ്പോൾ കഴുകുന്ന നേരം വളരെ പതിയെ കഴുകി കൊടുക്കണം. അപ്പം ഞാനിത് കഴുകിയെടുത്തിട്ടുണ്ട്. ഇനി നന്നായിട്ടൊന്ന് തുടച്ചിട്ട് ഞാൻ കാണിച്ചു തരാം. നമ്മളെ ഫസ്റ്റ് യൂസ് തന്നെ നമ്മുടെ കൈകൾ നല്ലൊരു ഗ്ലോ വന്നിട്ടുണ്ടാവും. നല്ലൊരു സോഫ്റ്റ് ആയിട്ടുണ്ടാവും, നല്ല ഗ്ലോ വന്നിട്ടുണ്ടാവും. അപ്പോൾ ഞാനിത് പറഞ്ഞതുപോലെ നിങ്ങളെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. നല്ലൊരു റിസൾട്ട് കിട്ടുന്ന ഒരു പാക്കാണിത്. നമ്മുടെ കൈക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുന്നത്. കയ്യിൽ മാത്രമല്ല, ഇത് മുഖത്തും നമുക്ക് അപ്ലൈ ചെയ്യാം. അപ്പോൾ ഇത് അപ്ലൈ ചെയ്തതിന് ശേഷം നിങ്ങളുടെ അഭിപ്രായം അറിയിക്കാൻ വേണ്ടി മറക്കരുത്. അടുത്ത നല്ല വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.